19 നൂറ്റാണ്ടിൽ കേരളത്തിന്റെ ആധ്യാത്മിക സാമൂഹിക രംഗങ്ങളിലുണ്ടായ ഉണർവ് ദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അവശരും ആർത്തരുമായ ഒരു ജനതതി അനാചാരങ്ങളുടെ ദൂഷിത വലയത്തിൽ നിന്നും മോചിതരാവാൻ തുടങ്ങിയത് ഇക്കാലത്താണ്. അനേകം ത്യാഗീവര്യന്മാരുടെ നിസ്വാർത്ഥ പരിശ്രമങ്ങൾ അധസ്ഥിത വർഗത്തിന് ആശ്വാസത്തിന്റെ കുളിർകാറ്റായി മാറി. ജീവിച്ചിരിക്കുന്ന കാലത്ത് സമൂഹത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകിയ മഹാന്മാരുടെ സ്മരണകൾ പിൽക്കാലത്ത് നമുക്ക് മാർഗദർശനമാകുന്നു. ഈ വസ്തുത അക്ഷരം പ്രതി ശരിയാണ് എന്ന് തെളിയിക്കുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതവും കർമ്മമാർഗ്ഗവും. വിശാലമായ നെൽവയലുകളും കുറ്റിക്കാടുകളും നിറഞ്ഞ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്. ചെമ്പഴന്തി എന്ന ഗ്രാമത്തിലെ മണക്കൽ ക്ഷേത്രത്തിനടുത്തുള്ള വയൽവാരം വീട്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇവിടെയാണ് 1032 ചതയം നക്ഷത്രത്തിൽ ശ്രീനാരായണ ഗുരു പൂജാതനായത്. അക്കാലത്തെ ഈഴവ ഭവനങ്ങളിൽ വളരെ പഴക്കം ചെന്നതും മെച്ചപ്പെട്ടതുമായ ഒരു തറവാടായിരുന്നു ഈ വയൽവാരം വീട്. ഇദ്ദേഹം അധ്യാപകനായിരുന്നു. മാടനാശാൻ എന്നും ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു. മാതാവ് കുട്ടിയമ്മ, ദേവിയമ്മ, കൊച്ചു, മാത എന്നിങ്ങനെ 3 സഹോദരിമാരും ശ്രീനാരായണൻ ഉണ്ടായിരുന്നു. നാരായണ ഗുരുദേവന്റെ തലമുറയിൽപ്പെട്ട 87 വയസ്സുള്ള നളിനി അമ്മയുടെ അടുത്താണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. തന്റെ 10 വയസ്സ് വരെയും അദ്ദേഹം എൻ്റെ അമ്മയിലൂടെ ഗുരുദേവനെ കുറിച്ച് കേട്ടറിഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഈ അമ്മയോട് ചോദിച്ചറിയാം. അമ്മയുടെ അമ്മ നളിനി അമ്മൂമ്മയ്ക്ക് 87 വയസ്സായല്ലോ. അമ്മയിൽ കൂടെ അമ്മ അറിഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളൊന്ന് പറയാമോ? അന്നൊന്നും ഗുരുവിൻ്റെ മഹിമ അറിയില്ലല്ലോ. കൊച്ചുകുട്ടികളായിട്ട് ശിവഗിരി ചെല്ലും. അപ്പോൾ അവിടെ നിൽക്കും. പിന്നെ ഗുരുദേവൻ കൽക്കണ്ട് മുന്തിരിയൊക്കെ കൊടുക്കും. അത് വാങ്ങിച്ച് തിന്നെ. അതായിരുന്നു അവരുടെ പ്രധാന ഉദ്ദേശം അവിടെ പോകുന്നത്. പിന്നെ സമാധിയൊക്കെ കഴിഞ്ഞ് പിന്നെ വന്ന് അമ്മ പിന്നെ ഗുരുവിൻ്റെതാണെന്ന് പറഞ്ഞ് വലിയ ആൾക്കാരൊക്കെ വരും കാണാനേ. ഇപ്പം ഗുരുകുലത്തിൽ അമ്മയാണ് 60 വർഷം അമ്മയാണ് തൂത്തത്. അപ്പം അവിടെ ഇങ്ങനെ വരുന്നവരൊക്കെ പറഞ്ഞാണ് പിന്നെ നമുക്കും ഗുരുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. വളരെ ചെറിയ പ്രായത്തിലല്ലേ അമ്മൂമ്മ ശിവഗിരി പോയിരുന്നത്. അപ്പം അന്ന് അദ്ദേഹം അവിടെ എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്നൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതായ കാര്യങ്ങൾ അറിയാമോ? പിന്നെ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുമ്പോഴേ പിന്നെ അവരുമായിട്ട് വലിയ ചർച്ചയാണെന്നൊക്കെ പറയും. അപ്പം അതിൻ്റെ ഗൗരവമൊന്നും അറിയില്ലല്ലോ. ഒക്കെ അങ്ങനെ കേട്ടോണ്ട് നിൽക്കുക. ഒരു അമ്മയുടെ കൊച്ചമ്മേരും ഒരു വാസുദേവനുണ്ട്. 2 പേരും കൂടെ അവിടെ കളിക്കും. പിന്നെ പറയും ഞങ്ങളത് ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് പറയും. അങ്ങനെ പറയുമായിരുന്നു. പിന്നെ അതിൻ്റെ ഇളയ അമ്മാവന്മാരൊന്നും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ രൂപത്തെക്കുറിച്ച്, അദ്ദേഹത്തിനെ കാണാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടോ? സുന്ദരനാണെന്ന് പറയും. കയ്യെല്ലാം നല്ല നീണ്ട് അങ്ങനെ ജ്വലിക്കുന്ന കണ്ണുകളാണെന്നൊക്കെ അമ്മ പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അമ്മയ്ക്കും അത് പിന്നെ വരുന്നവരൊക്കെ അമ്മയെ കാണും. അതിൻ്റെ പിന്നെ അടുത്തൊരു ആളാണല്ലോ എന്നുള്ളത് വെച്ച് അമ്മയുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് പിന്നെ ശിവഗിരി നമ്മൾ ചെല്ലുമ്പോൾ ഞങ്ങളൊക്കെ അതിന് ശേഷം ശിവഗിരി ചെല്ലുമ്പോൾ അവർ നമുക്കൊരു
ബഹുമാനവും ഒക്കെ തരും. അദ്ദേഹം ശ്ലോകങ്ങൾ എഴുതുന്നതും അത് ചൊല്ലിക്കൊടുക്കുന്നതും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ അമ്മ എന്താ പറഞ്ഞു തന്നിട്ടുള്ളത്? ഇതൊക്കെ ചെന്ന് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു നിൽക്കും. കുട്ടികളല്ലേ ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കും. പിന്നെ ചെല്ലും. അപ്പോൾ മുന്തിരിങ്ങ കൽക്കണ്ടമൊക്കെ എടുത്ത് കൊടുക്കും. അങ്ങനെയെല്ലാം. പിന്നെ ഇത് ബന്ധവും കൂടെ അല്ലേ, അങ്ങനെ കൊടുക്കും. മറ്റേ മാമൻ മിടുക്കനാണെന്ന് പറയും. അപ്പം മാമന് വല്ലതും കൊടുത്താൽ പറയും, മാമൻ പറയും നളിനിക്കും കൂടെ. വാസുദേവൻ അമ്മയുടെ കൊച്ചമ്മേരും പോയി. അപ്പോൾ പറയും സ്വാമി നളിനിക്കും വേണം എന്ന് പറയും. അങ്ങനെ മാമൻ മിടുക്കനാണെന്ന് പറയും. അങ്ങനെ മാമൻ വലിയ മിടുക്കനായി ബോംബെയിൽ തന്നെ, അത് അവിടെ തന്നെ അങ്ങ് ജീവിതം അവസാനിച്ചു. അദ്ദേഹത്തിന്റെ മറ്റു സഹോദരിമാരിൽ ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ എവിടെയാണ്? അവരിൽ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്? അതിനെക്കുറിച്ചൊക്കെ പറയാം. ഒരാൾ ഇവിടെ നിന്ന് അങ്ങ് പോയി വള്ളക്കട അങ്ങോട്ട് എവിടെയാണ് അത് നമുക്കറിയില്ല. പിന്നെ വേറൊരാളുടെ ഒരു മകനെ ഇപ്പോൾ ഉള്ളൂ, ജനാർദ്ദനൻ. അനിയത്തിയുടെ മകൻ ജനാർദ്ദനൻ. അതിപ്പോഴും ഉണ്ട്. അതും 55-56 വയസ്സൊക്കെ ആവും. വന്നിട്ടുണ്ട്, ഒരു ദിവസം വന്നിട്ടുണ്ട്. എവിടെ ഈ അരക്ഷൻ്റെ മൂട്ടിൽ വന്ന് ഒരു ദിവസം സന്യസിച്ചെന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനെ വാദ്യത്തിന് പോയിച്ച് വന്ന് ഇന്നാ മോടെ ഈ നാശനം എടുത്ത് 10-ാം പത്ത് വെച്ചേരെന്ന് പറഞ്ഞു. ഞാൻ ഫോണ് സമാധിയായി പോട്ടെന്ന് പറഞ്ഞു. അച്ഛൻ ചെന്നപ്പം ഇതുവരെ മൂടി. അച്ഛൻ ചെന്നപ്പോഴേ സമാധി ഇതുവരെയായി. കഴുത്തി കിടന്നതും ഊരി വിട്ടവരുണ്ട്, കാതി കിടന്നവർ. അതൊക്കെ അച്ഛൻ പറഞ്ഞു. കുഴിയിൽ നിന്നും ഗുരുദേവൻ മുങ്ങിയെടുത്ത ശിലകളിൽ പരന്നിരിക്കുന്ന ശിലയെ പീഠമായിട്ടും ഏകദേശം ലിംഗാകൃതി തോന്നിക്കുന്ന ഉരുണ്ട ശിലയെ ശിവലിംഗമായിട്ടും അദ്ദേഹം സങ്കല്പിച്ചു. പ്രതിഷ്ഠ നടത്തുമ്പോൾ അഭൂതപൂർവമായ ഒരു പ്രകാശം പരക്കുകയും പീഠത്തിൽ ലിംഗം ലയിച്ചു ചേരുകയുമാണ് ചെയ്തത്, അല്ലാതെ അഷ്ടബന്ധമിട്ട് ഉറപ്പിച്ചതല്ല.
ത്തിൽ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് എടുത്ത ഡോക്ടർ എസ് ഓമനയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഫിലോസഫി വിഭാഗം മേധാവിയായി റിട്ടയർ ചെയ്ത ടീച്ചർ ഗുരുദേവ ദർശനത്തിൽ ഇപ്പോഴും തന്റെ പഠനം തുടരുന്നു. ഗുരുവിന്റെ കുടുംബ വീടിനെ കുറിച്ച് പറയുമ്പോൾ വയൽവാരം വീടാണ് അദ്ദേഹത്തിന്റെ കുടുംബ വീടെന്നാണ് കുറെ അറിവുകൾ പറഞ്ഞു തരുന്നത്. യഥാർത്ഥത്തിൽ ഗുരുവിന്റെ കുടുംബ വീട് നാരായണ ഗുരു വയൽവാരം വീട്ടിൽ ഇപ്പൊ നമ്മൾ ഗുരുമന്ദിരം എന്നറിയപ്പെടുന്ന ഗ്രഹത്തിലാണ് ഗുരു ജനിച്ചത്. പക്ഷെ ആ ഗ്രഹം നാരായണ ഗുരുവിൻ്റെ ജനിക്കുന്ന സമയത്ത് ഈ ഗുരുവിൻ്റെ വീട്ടുകാർക്ക് ഒറ്റിയായിരുന്നു. ഈ നാരായണ ഗുരുവിൻ്റെ അമ്മയ്ക്ക് കുട്ടിയമ്മയ്ക്ക് പ്രസവം അടുക്കാറായപ്പോഴാണ് ഈ വയൽവാരം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് അവിടെ താമസിച്ചിരുന്നത് ഗുരുവിൻ്റെ മൂത്ത അമ്മാവൻ രാമൻ വൈദ്യനായിരുന്നു. ഇന്ന് കാണുന്ന ഈ ഒരു ചെറിയ കെട്ടിടം മാത്രമല്ല അന്നുണ്ടായിരുന്നത്. അന്നത്തെ രീതിയിലുള്ള പടിപ്പുരയും 4 കെട്ടും ഒക്കെ ഉണ്ടായിരുന്ന. അന്ന് പണ്ടൊക്കെ കാലങ്ങളിൽ എല്ലാ വീടുകളിലും സ്ത്രീകൾക്ക് മാറിയിരിക്കുന്നതിന് ഒരു പ്രത്യേക ഗ്രഹം ഉണ്ടാകും, 4 ദിവസം മാറിയിരിക്കുന്നത്. അതുപോലെ പ്രസവത്തിനൊക്കെ ഒരു പ്രത്യേക കെട്ടിടം എല്ലാ വീടുകളിലും ഉണ്ടാകും, പ്രത്യേകിച്ചും ഹൈന്ദവ കുടുംബങ്ങളിൽ. അതുപോലെ ഉള്ള ഒരു കെട്ടിടമാണ് ഈ ഇന്ന് നമ്മൾ കാണുന്ന ഗുരുമന്ദിരം എന്ന് പറയുന്ന കെട്ടിടം. അങ്ങനെയാണ് നാരായണ ഗുരു അവിടെ ജനിക്കുവാനിടയായത്. ഗുരുവിൻ്റെ കുടുംബം എന്ന് പറഞ്ഞത് ഇലഞ്ഞിക്കലാണ്. അതായത് ഇന്ന് നമ്മളവിടെ കാണുന്ന മണക്കൽ ക്ഷേത്രത്തിന് റോഡിനപ്പുറത്ത് ഇലഞ്ഞിക്കൽ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് ചേർന്നായിരുന്നു ഇലഞ്ഞിക്കൽ തറവാട്. ഞങ്ങൾ ചെമ്പഴന്തിയിൽ പോയിരുന്നു. അവിടെ ഗുരുവിന്റെ കൈകൊണ്ട് കുഴിച്ച കിണർ കണ്ടിരുന്നു. ശൂലം കിണർ എന്നാണ് അത് അറിയപ്പെടുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്? ഒരിക്കല് ഈ കോളേജ് ഉണ്ടായിരുന്ന സ്ഥലത്ത് പണ്ടൊരു കോളനി ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടികളെല്ലാം അവിടെ പോയി കളിക്കും. നാരായണ ഗുരു ഹരിജൻ കുട്ടികളോടൊപ്പം പോയി കളിക്കുമായിരുന്നു. ഒരു പ്രാവശ്യം കളി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴേക്ക് ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന കണ്ട്. അപ്പോൾ അന്ന് വെള്ളക്ഷാമമുള്ള കാലമാണ്. അപ്പോൾ ഗുരുവും കൂട്ടരും കൂടി അവിടെ കൈ കൊണ്ട് മണ്ണ് മാറ്റി മാറ്റി ഒരു കുളം ഉണ്ടാക്കാൻ നോക്കി. കുറച്ച് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ കയ്യിലൊന്ന് തട്ടി. അപ്പോൾ കൂട്ടുകാരെല്ലാം പോയിട്ട് കയറ് കൊണ്ടൊന്ന് കെട്ടി വലിക്കുകയൊക്കെ ചെയ്തിട്ടും ഈ തട്ടിയത് എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും മാറി നിന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങളെല്ലാം ഞാൻ വലിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗുരു അത് പിടിച്ചെടുത്തു. പിടിച്ചുടനെ പെട്ടെന്ന് തന്നെ വന്നപ്പോൾ അതൊരു ശൂലമായിരുന്നു. അപ്പോൾ ചെറിയ കുട്ടികളല്ലേ, ശൂലം കണ്ടപ്പോൾ എല്ലാവരും പേടിച്ച് ഓടിക്കളഞ്ഞ്. ഗുരു മാത്രം പോയില്ല. പിന്നെ ഈ ശൂലം പിന്നെ ഇവിടെ പോയി എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ആ കിണർ ഇതിലൊരിക്കലും വെള്ളം പറ്റുകയില്ല. ഇന്നത്തെ രീതിയിൽ ഈ അടുത്ത കാലത്താണ് അതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് ഇപ്പോഴേ ഒരു ഭംഗിയായിട്ടല്ലേ കാണുന്നത്. ആദ്യം ഒരു കുളം പോലെ ആയിരുന്നു. ഗുരുവിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയാം. ഗുരുവിനെ എഴുത്തിനിരുത്തിയത് ശങ്കരൻ ചട്ടമ്പി എന്ന് പറഞ്ഞ വലിയൊരു സംസ്കൃത പണ്ഡിതനുണ്ടായിരുന്നു. ഇപ്പം മരിച്ചുപോയി. അപ്പം അദ്ദേഹമാണ് ആ നാട്ടിലുള്ള കുട്ടികളെല്ലാം എഴുത്തിനിരുത്തിയിരുന്നത്. അപ്പം നാരായണ ഗുരുവിനെയും എഴുത്തിനിരുത്തിയത് ശങ്കരൻ ചട്ടമ്പിയാണ്. ഗുരുവിന്റെ ഔപചാരിക വിദ്യാഭ്യാസം പിന്നെ അത് കണ്ണങ്കര വീട്ടിലെ മാതുപ്പിള്ളയുടെ കുടിപ്പള്ളിക്കൂടത്തിലായിരുന്നു. ആ കുടിപ്പള്ളിക്കൂടത്തിലാണ് സംസ്കൃതവും മലയാളവും തമിഴും എല്ലാം ഗുരു പഠിച്ചത്. ഗുരുവിന്റെ വിവാഹത്തെക്കുറിച്ച്, വിവാഹം കഴിഞ്ഞു എന്നും കഴിഞ്ഞിട്ടില്ല എന്നും 2 അഭിപ്രായം കേട്ടില്ല. ഗുരുവിൻ്റെ വിവാഹം നടന്നിട്ടുണ്ട്. അത് ഗുരു അല്ല പോയി കല്യാണം കഴിച്ചത്. അന്നൊക്കെ സഹോദരിമാർ പോയി ഒരു ഗുരുവിൻ്റെ ബന്ധത്തിലുള്ള തന്നെ ഒരു സ്ത്രീയെ കാളിയമ്മ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഗുരുവിന്റെ സമൂഹത്തോടെ ആയിരുന്നു. ഗുരുവിൻ്റെ ഓരോ പ്രവൃത്തി സ്വഭാവവും സാധാരണ കുട്ടികളുടേതായിരുന്നില്ല. അപ്പം കല്യാണം കഴിപ്പിച്ചാൽ നാളെ കുടുംബത്തിന് മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് കല്യാണം കഴിപ്പിക്കുന്നത്. അതിപ്പോഴല്ല, ഉപരിപഠനമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമാണ്. വാരണപ്പള്ളി കുമ്മമ്പള്ളി രാമപിള്ള ആശാൻ്റെ ചെറുവണ്ണൂറുള്ള ഗുരുകുലത്തിലായിരുന്നു ഉപരിപഠനം നടത്തിയത്. ഉപരിപഠനം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ കല്യാണം നടത്തുന്നത്. അത് കുടുംബക്കാർ നടത്തിയതാണ്. ടീച്ചർ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് കാണാം. ഞാൻ കാണിച്ചു തരാമല്ലോ. വരും. ഇത് നാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികളാണ്. ഈ അടുത്ത് പ്രസിദ്ധീകരിച്ചതാണ്. ഡൽഹിയിലെ നാഷണൽ ബുക്ക് ട്രസ്റ്റുകാരാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഇത് എഴുതിയിരിക്കുന്നത് ഇപ്പോഴത്തെ നാരായണ ഗുരുകുല അധ്യക്ഷനായ ഗുരു മുനി നാരായണ പ്രസാദാണ്. ഇതിൽ 60 കൃതികളുണ്ട്. ഈ 60 കൃതികളും ഗുരു തന്നെ മുനി നാരായണ പ്രസാദ് ഇംഗ്ലീഷിലും ആക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗുരു എത്രാമത്തെ വയസ്സോട്ട് എഴുതി തുടങ്ങി ടീച്ചർ? ഗുരു ചെറിയ കാലത്ത് മരക്കൊമ്പുകളിലൊക്കെ ഇരുന്ന് കളിക്കുന്ന സമയത്തെല്ലാം എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് കിട്ടിയിട്ടില്ല. ഉപരിപഠനത്തിന് വാരണപ്പള്ളി താമസിക്കുന്ന സമയത്ത് ഗുരു എഴുതിയ കൃതിയാണ് ശ്രീകൃഷ്ണ ദർശനം. അത് ഈ പുസ്തകത്തിലുണ്ട്. പിന്നെ അതിനുശേഷം മരുത്വാമലയിൽ
ബോധോദയം ഉണ്ടായതിന് ശേഷം എഴുതിയതാണ് അധികം കൃതികൾ. അതിന് മുമ്പ് എഴുതിയ പല കൃതികളും ഉണ്ട് എങ്കിലും അതിന് ശേഷമാണ് ഈ ആധ്യാത്മിക കൃതികളെല്ലാം രചിച്ചിരിക്കുന്നത്. അതായത് ആത്മോപദേശ ശതകം വായിച്ചാൽ ഗുരുവിനുണ്ടായ ആനുഭൂതിക ദർശനം എങ്ങനെയാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അദ്വൈത ദർശനത്തിൻ്റെ രത്നച്ചുരുക്കമാണ് ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേദാന്ത സൂത്രത്തിന് ശേഷം സൂത്രശൈലിയിൽ തന്നെ ആദ്യമായിട്ടൊരു വേദാന്ത സൂത്രം രചിക്കുന്നത് നാരായണ ഗുരുവാണ്. ശ്രീശങ്കരനും രാമാനുജനും മധ്വാചാര്യരും ഒരുപാട് മഹാത്മാക്കളെക്കുറിച്ച് നമുക്കറിയാം. അവരാരും സ്വന്തമായിട്ടൊരു വേദാന്ത ഗ്രന്ഥം രചിച്ചിട്ടില്ല. ഈ വേദാന്ത സൂത്രത്തിന് വ്യാഖ്യാനങ്ങൾ രചിക്കുകയാണ് ചെയ്തത്. ആ ഒരു പ്രത്യേകത കൂടി നമുക്ക് നാരായണ ഗുരുവിൽ കാണാൻ സാധിച്ചു. ദക്ഷിണകാശി എന്ന് പ്രസിദ്ധമായ ഈ പുണ്യഭൂമിയിലെ പാപനാശത്തിൽ എല്ലാ കർക്കടക മാസത്തിലും പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടാൻ അനവധി പേർ എത്താറുണ്ട്. കുറച്ചകലെ നിന്ന് കേൾക്കുന്ന തിരമാലകളുടെ നിലയ്ക്കാത്ത സംഗീതവും ഇലച്ചാർത്തുകളിൽ മർമ്മരം പൊഴിച്ചു വീശുന്ന ഇളം കാറ്റും ഈ പ്രദേശത്തിന്റെ ആധ്യാത്മിക ചാരുതയെ വർദ്ധിപ്പിക്കുന്നു. വർക്കലയിലെ ശിവഗിരിയിൽ ആദ്യമായി ഗുരു വന്നതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല. എന്നാൽ ആദ്യ സന്ദർശനത്തിൽ തന്നെ തന്റെ സങ്കല്പങ്ങൾക്ക് ആവാസ കേന്ദ്രമായി ശിവഗിരിയെ ശ്രീനാരായണൻ സങ്കല്പിച്ചിട്ടുണ്ട്. തുടർന്ന് 1903 മുതൽ ഇടയ്ക്കിടെ ഇവിടെ സന്ദർശിച്ചു തുടങ്ങുകയും പിന്നീട് അദ്ദേഹം കുന്നിൻ മുകളിൽ ഒരു പർണശാല കെട്ടിയുണ്ടാക്കി സ്വന്തം കൈകൾ കൊണ്ട് തന്നെ മുറ്റത്ത് പലതരം ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. 1904 ഗുരു ഈ വർക്കല കുന്നിലെത്തുന്നത്. പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമായ ഈ ശാദ്വല ഭൂമിയെ അരുവിപ്പുറം കഴിഞ്ഞാൽ തന്റെ അടുത്ത ആധ്യാത്മിക കേന്ദ്രമായി ഗുരു കണ്ടിരുന്നു. പ്രശാന്തമായ ഈ കുന്നിൻ മുകളിൽ അദ്ദേഹം അന്നൊരു ആശ്രമം സ്ഥാപിച്ചു. അതാണ് ഈ ശിവഗിരി ആശ്രമം. ഇത് ഗുരുവിൻ്റെ സമാധി സ്ഥലം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനവും സമാധിയുമെല്ലാം
ബുദ്ധൻ്റെ, നബിയുടെ, യേശുക്രിസ്തുവിൻ്റെ ജനനവും സമാധിയും പോലെയുള്ളതാണ്. അക്ഷരമായ അറിവിൻ്റെ അവതാരമാണ് ഗുരു. ഗുരുവിന് ജനനവും മരണവുമില്ല. അതിനൊക്കെ അതീതമായ, നിത്യമായ, പരമമായ സത്യമാണ് ഗുരു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ഈ ലോകത്തിന് മുഴുവൻ സ്വീകാര്യമായത്. ഒരു ആയുഷ്കാലം മുഴുവൻ കർമ്മനിരതമായ ആ മഹാജീവിതം 1928 സെപ്റ്റംബർ 28 സമാധി പ്രാപിച്ചു. ആ ദീപം പ്രസരിപ്പിച്ച പ്രകാശബിന്ദുക്കൾ ഇന്നും സമൂഹത്തിന് വഴികാട്ടിയാവുന്നു. ശ്രീനാരായണ ഗുരു സാമൂഹ്യ പരിഷ്കരണത്തിനൊരുങ്ങിയത് കേരളത്തിലെ ജാതിഭേദത്തിന്റെ കെടുതികൾ നേരിട്ട് കണ്ടറിഞ്ഞിട്ടാണ്. ജാതി വ്യത്യാസത്തിന്റെ ഭേദകൽപ്പനകൾ മനുഷ്യ മനസ്സിനെ അപൂർണമാക്കുന്നു. അപൂർണവും അതുകൊണ്ട് തന്നെ അസുന്ദരവുമായ ഒരു ജീവിത ശൈലിയെയാണ് അദ്ദേഹം എതിർത്തത്. മതങ്ങളും വേഷഭൂഷാദികളും ദൈവങ്ങളും എല്ലാം മനുഷ്യരെ തമ്മിൽ അകറ്റുന്നതായി അദ്ദേഹം കണ്ടറിഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാടി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്ന്. ശ്രീനാരായണ ഗുരുവിൻ്റെ കർമ്മപഥങ്ങളിലൂടെ, ജീവിതത്തിലൂടെയുള്ള യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു മഹാത്മാവിനെ പരിചയപ്പെടുത്തുന്നതിലൂടെ